മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് എന്ന ലോസ് ഓഫ് മോഷൻ ഒരു ചെറിയ പാർട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ സ്ട്രാറ്റജിയിലേക്ക് കടക്കാണ്. ഇത് ജനറലി കാണുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാധാരണ ഒന്നുകിൽ മോട്ടിവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ടോപ്പിക് ആയിരിക്കും പറയുന്നത്. അതിന്റെ ഒരു ടോപ്പിക്കിന്റെ സെക്ഷനാണ് ഇന്നുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പറയട്ടെ, നീറ്റ്, IIT, JEE തുടങ്ങിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കോൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനായിട്ടും ക്ലാസ് +1 +2 ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കുമായി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് പോവുക. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ കൃത്യമായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് സൈലം ലേണിംഗ് ആപ്പിന്റെ ഭാഗമായിട്ടുള്ള ചാനൽ തന്നെയാണ്. സൈലം ലേണിംഗ് ആപ്പിനെ കുറിച്ച് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. 50,000 ഡൗൺലോഡ്സ് ക്രോസ് ചെയ്തു. ഏകദേശം 75,000-ഓളം ഡൗൺലോഡ്സിലേക്ക് എത്തി നമ്മൾ ഇപ്പോൾ. ഇനി അത് 1 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് സൈലം ആപ്പ് എന്ന പ്ലാറ്റ്ഫോം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് എന്ന സെക്ഷനിലെ പാർട്ട് 1-ലെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്, ബിക്കോസ് എനിക്ക് സ്ട്രാറ്റജിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. അതിന്റെ ടൈം ടേബിൾ ആണ് തരുന്നത്. അടുത്ത 15 ദിവസം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 15 ദിവസവുമായി ബന്ധപ്പെട്ട് എഴുതാവുന്ന എക്സാംസ് എല്ലാം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. PDF-ഉം ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് PDF കിട്ടുന്നതാണ്. മാത്രവുമല്ല ഇതിന് മുമ്പുള്ള റിലേറ്റഡ് വീഡിയോസും കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാണുകയും ചെയ്യാം. സോ അത് എന്ത് ചെയ്യുക, കൃത്യമായി ഉപയോഗിച്ച് പഠിച്ച് മുമ്പോട്ട് പോവുക. കീമിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. കീം റിലേറ്റഡ് ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ കീമിന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി 2 മാസമേ ഉള്ളൂ കഷ്ടിച്ച്. ആ സമയം കൊണ്ട് കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ച് മുമ്പോട്ട് പോവുക. സോ അതാണ് നിങ്ങളുടെ ടൈം എന്ന് തന്നെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. കറക്റ്റ് 2 മാസത്തിന് അടുത്തേ ഉള്ളൂ, 2 മാസത്തിന് താഴെയുള്ളൂ. തീവ്രമായ പരിശീലനം നടത്തേണ്ട സമയമാണ്. അത് നന്നായി എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ നമുക്ക് മുമ്പോട്ട് പോവാം. മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസിൽ ഒരു ചെറിയ ഒരു ട്രിക്ക് പറഞ്ഞ് ഒരു 3-4 ചോദ്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. ഇന്ന് മോട്ടിവേഷൻ അല്ല, ഇന്ന് കണ്ടന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവാം. ഞാൻ ഇതിനകത്ത് ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 3-4 മാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, റോപ്പ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് അതിനെ വലിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ 3-4 മാസങ്ങളെ ചേർത്ത് വെച്ച് തള്ളുകയോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ചെയ്യിക്കുന്നത്. അതായത് ഇതിനെ നിങ്ങൾക്ക് പുള്ളിംഗ് ടൈപ്പ് എന്നും പുഷിംഗ് ടൈപ്പ് എന്നും ഡിവൈഡ് ചെയ്യാം. എന്താ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞതിന്റെ കൂടെ പുള്ളിംഗ് ടൈപ്പ് എന്നും പുഷിംഗ് ടൈപ്പ് എന്നും ഡിവൈഡ് ചെയ്യാം. ആദ്യമാണ് പുള്ളിംഗ് ടൈപ്പ്, അതായത് വലിച്ചുകൊണ്ട് പോവുകയാണ്. 3 മാസങ്ങളെ നിങ്ങൾ കയറ് കൊണ്ട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു എൻഡിൽ നിന്ന് നിങ്ങൾ വലിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കുള്ള, അതായത് 2 മാസങ്ങളുടെ ഇടയ്ക്കുള്ള ഈ ലൈനുകൾ അല്ലെങ്കിൽ ഈ വയറുകളുടെ ടെൻഷൻ എത്രയായിരിക്കും, അഥവാ T1 T2 എത്രയാണെന്നൊക്കെയാണ് ചോദ്യം ചോദിക്കാറ്. ടെൻഷൻ ബിറ്റ്വീൻ M1 ആൻഡ് M2, M3 ആൻഡ് M2 എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ടെൻഷൻ ഈസ് ഈക്വൽ ടു, ഇത് ഏത് ടൈപ്പാ, ഇത് പുള്ളിംഗ് ടൈപ്പ് ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻടു മാസ് ബിഹൈൻഡ്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻടു മാസ് ബിഹൈൻഡ്. ഇങ്ങനെ ഓർത്താൽ മതി. വലിക്കുന്ന സമയത്ത് എന്താണ്, വലിക്കുന്ന സമയത്ത് എപ്പോഴും ടെൻഷൻ എന്ന് പറയുന്നത് പുറകിലുള്ള മാസ് കൊണ്ടാണെന്ന് ഓർക്കുക. അതായത് അതിനെയാണ് വലിച്ചുകൊണ്ട് വരേണ്ടത്, പുറകിലുള്ളതിനെ. അപ്പോൾ ആ വയറിലെ ടെൻഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ എടുത്തിരിക്കുന്ന നിങ്ങൾ കെട്ടിയിരിക്കുന്ന റോപ്പിലെ ടെൻഷൻ എന്ന് പറയുന്നത് അതിന് പുറകിലുള്ള മാസ് കൊണ്ടാണെന്ന് ഓർക്കുക. അപ്പൊ മുകളിൽ വരേണ്ട മാസ് ബിഹൈൻഡ് ആണ്. എന്താണ് വരേണ്ടത്, മാസ് ബിഹൈൻഡ്. അപ്പൊ പുള്ളിങ്ങിൽ വരേണ്ടത് മാസ് ബിഹൈൻഡ് ആണ്. അടുത്ത പുഷിംഗ് ഉണ്ട്, അതിൽ മാസ് ഹെഡ് ആണ്. അപ്പൊ അത് കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യിക്കോളും, മനസ്സിലായിക്കോളും. അപ്പൊ ഇവിടെ ബിഹൈൻഡ് ആണ്, മാസ് ബിഹൈൻഡ് ആണ് വരേണ്ട ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻടു മാസ് ബിഹൈൻഡ്. കഴിഞ്ഞു. ഇത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ടത് T1 ആണെന്നിരിക്കട്ടെ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ, ആദ്യം നമുക്ക് T2 പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ ആകും. T2 ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടെന്നിരിക്കട്ടെ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. എല്ലാവരും പറയും മാസ് ഏതൊക്കെയാണ്? M1 പ്ലസ് M2 പ്ലസ് M3 ഇൻടു മാസ് ബിഹൈൻഡ്. അതായത് T2 എവിടെയാണോ അതിന് ബിഹൈൻഡ് ആയിട്ടുള്ള, അല്ലെ ഇങ്ങോട്ടല്ലേ വലിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ളതാ വേണ്ടത്, ബിഹൈൻഡ് ആണ് വേണ്ടത്. നോക്കുക ഇവിടെ, ശ്രദ്ധിക്കുക, ബിഹൈൻഡ്. അപ്പൊ മാസ് ബിഹൈൻഡ് ഏതാ? ഈ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, T2. അപ്പൊ അതിന്റെ ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും ഇല്ലേ, ആരൊക്കെയുണ്ട്? M1 ഉണ്ട്, M2 ഉണ്ട്. സോ M1 പ്ലസ് M2. ഒന്നുമില്ല, ടെൻഷൻ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ നിങ്ങൾ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എടുക്കുക. F ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് F ആണ്. ടോട്ടൽ മാസ് ഇൻടു
മാസ് എന്താ വേണ്ടത്? ബിഹൈൻഡ്. അപ്പൊ ഈ ടെൻഷൻ എവിടെയാണോ അതിന്റെ ബിഹൈൻഡ് ഉള്ള മാസ്, കാര്യം ഇങ്ങോട്ടാ വലിക്കുന്നത്. അപ്പൊ ഇതാണ് പുറകുവശം അല്ലെ, ഇത് രണ്ടുമാണ് പുറകുവശം. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇതല്ലേ പുറകില്. പുറകിലെന്ന് പറയുമ്പോൾ ഇവ രണ്ടുപേരും ഇല്ലേ, അപ്പൊ M1 + M2. അടുത്ത എനിക്ക് വേണ്ട T1 കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ പക്കാ ക്ലിയർ ആവും. നിങ്ങൾ പറഞ്ഞ T1 എന്തായിരിക്കും? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 + M2 + M3 ഇൻറ്റു മാസ് ബിഹൈൻഡ്. മാസ് ബിഹൈൻഡ് ഏതാ വരണ്ടേ? നിങ്ങൾ നോക്കിയേ, T1ന്റെ പുറകിലുള്ള ആളാരാ? ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇതാണ് പുറകു ഭാഗം അല്ലെ. T1ന്റെ പുറകിൽ എന്ന് പറയുന്നത് M1 മാത്രമാണ്. സോ ഇൻറ്റു M1. സോ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. ബിക്കോസ് T2ന്റെ പുറകിലുള്ളത് M1 M2 ആണ്, അത് രണ്ടും ആഡ് ചെയ്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി T1ന്റെ പുറകിലുള്ളത് M1 ആയതുകൊണ്ട് അത് മാത്രം അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സിമ്പിൾ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾ ഇവിടെ നോക്കുക, അവിടെ ഫോഴ്സും എല്ലാ മാസും കൃത്യമായി ചോദിച്ച് തന്നിട്ടുണ്ട്. എന്താണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 3 blocks of mass M1 M2 are connected by a massless string as shown in the figure on a frictionless table. They are pulled with a force of 40 Newton. M1 M2 M3 തന്നിട്ടുണ്ട്. 10 6 4 ആണ്. നോക്കിയേ, 10 6 4 ആണ്. എങ്കിൽ അവർ ചോദിക്കാനത് ടെൻഷൻ T2 will be, T2 ആണ് വേണ്ടത്. അപ്പൊ എങ്ങോട്ടാ വലിക്കുന്നത്? ഇങ്ങോട്ടാ വലിക്കുന്നത്. ഫോഴ്സ് 40 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 6 + 4 + 10 20 ഇൻറ്റു മാസ് ബിഹൈൻഡ്. മാസ് ബിഹൈൻഡ് ആരൊക്കെയാ? 6ഉം 4ഉം 10. സോ നമുക്ക് കിട്ടും 20 40 കട്ട് ചെയ്ത് 2 വരും. 2 × 10 ദാറ്റ്സ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. 20 ന്യൂട്ടൺ ആണ് അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പം പുള്ളിംഗ് ടൈപ്പ് ക്ലിയർ ആണ്. പുഷിംഗ് ടൈപ്പ് ഇത്രയേ ഉള്ളൂ. എവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, നേരത്തെ പോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മാസ് എഹെഡ് ആണ്. ബിക്കോസ് ഒരു പുഷിംഗ് സമയത്ത് നമ്മൾ എഹെഡ് ഉള്ള മാസിനെയാണ് ആക്ച്വലി പുഷ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആക്ച്വലി ഇവിടുത്തെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീന്റെ ഫോഴ്സ് എക്സേർട്ട് എന്നുള്ള ഒരു ഐഡിയ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഓർക്കാൻ പറ്റും. ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് എഹെഡ്. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഇവിടെ ഒരു ഫോഴ്സ് F അപ്ലൈ ചെയ്യും. M1നും M2നും ഇടയിലുള്ള ഫോഴ്സ് ഏതാണ്? അതിന് ഞാൻ F12 എന്ന് വിളിക്കുക. അല്ലെങ്കിൽ M2നും M3നും ഇടയിലുള്ള F23. ഇതായിരിക്കും ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട F12 ആന്നിരിക്കട്ടെ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 + M2 + M3. F12 ആണ് വേണ്ടെങ്കിൽ 1നും 2ഉം എവിടെയാ? ഇവിടെയല്ലേ. അതിന് മുമ്പുള്ള മാസുകൾ എടുക്കാം. അതിന് മുൻപുള്ളത് അല്ലെ, അതെ, അല്ലെങ്കിൽ മുമ്പേ ഉള്ളത് ഏതാണോ അതെടുക്കുക. അതിന് മുമ്പേ ഉള്ള മാസുകൾ എടുക്കുക. അതിന് മുമ്പേ ഉള്ള മാസം ഏതൊക്കെയാ? എല്ലാവരും പറഞ്ഞേ. M2 ഉണ്ട്, M3 ഉണ്ട്. അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ. M2 × M2 + M3 മൾട്ടിപ്ലൈ ചെയ്യുക. കഴിഞ്ഞു. അടുത്ത ഏതാ? F23 ആണെന്ന് ഇരിക്കട്ടെ. അടുത്ത് F23 ആണ് വേണ്ടത്. F2 on 3 ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി സെക്കൻഡ് ബ്ലോക്ക് ഓൺ തേർഡ് ബ്ലോക്ക്. അതാണ് വേണ്ടത്. അപ്പം ഇത് പുഷിംഗ് ടൈപ്പ് ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അത് സാധാ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ, ഇൻറ്റു മാസ് എഹെഡ് ആണ്. മാസ് എഹെഡ് M3 മാത്രമാണ്. സോ നമുക്ക് കിട്ടും F ബൈ M1 + M2 + M3 ഇൻറ്റു M3 എന്ന് വരും. ദിസ് ഈസ് ദ ആൻസർ. ഇതാണ് പുഷിംഗ് ടൈപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു AIPMT 2015 ചോദ്യമാണ്. ഇവിടെ അവർ ചോദിക്കുകയാണ് 2 blocks 7 kg and 5 kg are placed in contact with each other on a smooth surface. If a force of 6 Newton is applied on the heavier mass, the force on the lighter mass, അതായത് ഈ ലൈറ്റർ മാസിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, അതായത് ഇവിടുത്തെ ഫോഴ്സ് ആണ് വേണ്ടത്. ഇത് 2015 നീറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുക, ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് 6/7 + 5 ഇൻറ്റു മാസ് എഹെഡ്. ഇവിടെ ആക്ച്വലി വേണ്ടത് ഇവിടുത്തെ ഫോഴ്സ് ആണ്. അപ്പൊ അതിന് എഹെഡ് ഉള്ളത് 5 ആണ് അല്ലെ. അതായത് നമുക്ക് വേണ്ടത് ലൈറ്റർ മാസിലെ ഫോഴ്സ്, അതായത് ഈ ഇന്റർഫേസിലുള്ള ഫോഴ്സ് ആണ്. അപ്പൊ അതിന് മുമ്പിൽ കിടക്കുന്ന 5 മാത്രമാണ്. അപ്പൊ മാസ് എഹെഡ് 5 മാത്രമാണ്. ക്ലിയർ അല്ലേ? സോ 6/12 ഇൻറ്റു 5 കട്ട് ചെയ്യുമ്പോൾ താഴെ 2 വരും. സോ 5/2 അല്ലേ. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 2.5. സിമ്പിൾ. ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് എഹെഡ്. കാര്യം കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയേ. 2 blocks of 2 kg and 1 kg are in contact on a frictionless table. If a force of 3 Newton is applied on the 2 kg block, then the force of contact between the 2 block will be, അല്ലേ. ഈ കോണ്ടാക്റ്റിലുള്ള ഫോഴ്സ് ആണ് വേണ്ടത്. ഫോഴ്സ് 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 2 + 1. 2 + 1 എത്രയാണ്? 3 എന്ന് കിട്ടും. ഇൻറ്റു മാസ് എഹെഡ് 1 ആണ്. 3 ക്യാൻസൽ. സോ ഉത്തരം വരും 1 ന്യൂട്ടൺ എന്ന്. മാർക്ക് ചെയ്യാം ഓപ്ഷൻ ബി. ചോദ്യം
സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് അടുത്ത ചോദ്യം കൂടെ ചെയ്തേ. 3 block 4 to 1 respectively are in contact in a frictionless table as shown in the figure. The force of 14 Newton is applied on a 4 kg block. The contact force between 4 and 2. 4 ഉം 2 നും ഇടയിലുള്ളതാണ് വേണ്ടത്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 4 + 2 6 1 7 ഇൻറ്റു മാസ് എഹെഡ് അല്ലെ, പുഷിംഗ് ടൈപ്പ് ആണ്, മനസ്സിലായി? അപ്പൊ എഹെഡ് ആണ് വേണ്ടത്. 2 1 3 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. 3 × 2 6 ന്യൂട്ടൺ എന്ന് കിട്ടും. മാർക്ക് ചെയ്യാം ഓപ്ഷൻ ബി. സെക്കൻഡുകൾ കൊണ്ട് ചെയ്തെടുക്കാം, ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യും. നിങ്ങൾ ആകെ ഈ ചോദ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് വെറും 5 തൊട്ട് 10 മിനിറ്റ് വരെ ഇത് പഠിക്കാൻ മാത്രമാണ്. ഇനി എത്ര ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതായിരിക്കണം ഫിസിക്സിലെ കോൺഫിഡൻസ്. ഇതുപോലെ ചെയ്ത് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? സോ ഇതാണ് പുഷിംഗ് ആൻഡ് പുള്ളിംഗ് ടൈപ്പിൽ നിങ്ങൾ പഠിക്കേണ്ട കോൺസെപ്റ്റ്. ഇത് വെച്ചുകൊണ്ട് ഞാൻ വേറെ കുറച്ച് ചോദ്യങ്ങളും കൂടെ നിങ്ങളെ ചെയ്യിക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം നമ്മൾ പഠിച്ച അതേ മെത്തേഡിൽ തന്നെ. ദ റോപ്പ് ഓഫ് ലെങ്ത് എൽ ഈസ്, അതായത് ഒരു റോപ്പ് ഓഫ് ലെങ്ത് എൽ ഈസ് പുൾഡ് വിത്ത് എ കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ്. വാട്ട് ഈസ് ദ ടെൻഷൻ ഇൻ ദ റോപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി എൻഡ് വെയർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാന്ന്. അപ്പം ഇവിടെയാണെന്നിരിക്കട്ടെ എക്സ്, അപ്പൊ ഇത് എത്രയായിരിക്കും? L - x ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ, നിങ്ങൾക്ക് ഇത് പുള്ളി ചെയ്യുകയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെയാണ് വേണ്ടത്. അപ്പൊ ഇത് പുള്ളിംഗ് ടൈപ്പ് തന്നെയാണ്. ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. മാസ് ബിഹൈൻഡ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ മാസ് ഇല്ല, പകരം ലെങ്ത് ആണ് ഉള്ളത്. പക്ഷെ നിങ്ങൾക്ക് ലെങ്തിനെ മാസ് ആക്കാം. നിങ്ങൾ വിചാരിക്കുകയാണ് ഈ റോപ്പിന്റെ യൂണിറ്റ് ലെങ്തിലുള്ള മാസ് സ്മോൾ എം എന്ന് എടുക്കുക. യൂണിറ്റ് ലെങ്തിലുള്ള മാസ് എന്താണ്? സ്മോൾ എം. അപ്പൊ ഇവിടുത്തെ മാസ് എത്രയായിരിക്കും? ഈ ലെങ്ത് ഇൻറ്റു ഈ എം ചെയ്താൽ പോരെ? അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. 1 സെന്റിമീറ്ററിന്റെ മാസ് എം എന്ന് എടുക്കുക. 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 m അല്ലേ? എന്ന് പറഞ്ഞ പോലെ യൂണിറ്റ് ലെങ്തിലെ മാസ് നിങ്ങൾ അസ്യൂം ചെയ്യുക എം ആണെന്ന്. അപ്പോൾ ഈ എക്സിലെ മാസ് എത്രയായിരിക്കും? എക്സ് ഇൻറ്റു എം. L - x ലെ മാസ് എത്രയായിരിക്കും? L - x ഇൻറ്റു എം. അതായത് ലെങ്തിന് കറസ്പോണ്ടിങ് ആണ് മാസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ലെങ്ത് കൂടുതലാണെങ്കിൽ മാസ് കൂടുതലായിരിക്കും. അപ്പൊ മാസ് അവിടെ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ലെങ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? മാസ് എഴുതാം. മാസും ലെങ്തും കറസ്പോണ്ടിങ് ആണ്, അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കാം. ഓക്കെ, അത് മനസ്സിലാകാത്തവർക്കാണ് ഞാൻ മാസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ എം ആണെന്നും എക്സിന്റെ മാസ് എക്സ് എം എന്നും L - x ന്റെ മാസ് L - x ഇൻറ്റു എം എന്നും എടുക്കാന്ന് പഠിപ്പിച്ചത്. സിമ്പിൾ ആണല്ലോ? അപ്പൊ മാസ് കിട്ടി, ഫോഴ്സും കിട്ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എവിടുത്തെ വേണമെങ്കിലും ടെൻഷൻ കണ്ടുപിടിച്ചൂടെ? അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്രയാ? ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ L ഇൻറ്റു എം എന്ന് എടുത്തൂടെ? ബിക്കോസ് യൂണിറ്റ് ലെങ്തിലെ മാസ് എം ആണ്. അപ്പൊ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ L ഇൻറ്റു എം ആണ്. ഇൻറ്റു മാസ് ബിഹൈൻഡ്. മാസ് ബിഹൈൻഡ് എത്രയാ? L - x ഇൻറ്റു എം അല്ലെ? മാസ് ബിഹൈൻഡ് അതല്ലേ? ഇങ്ങോട്ടാ വലിക്കുന്നത്. അപ്പം ബിഹൈൻഡ് ഉള്ളത് L - x ആ. അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ എന്ത് കിട്ടും? F ഇൻറ്റു L - x ഡിവൈഡഡ് ബൈ L. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചൊരു ട്രിക്ക് വേറെ ടൈപ്പ് ചോദ്യത്തിന് നമ്മൾ അപ്ലൈ ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം. സ്പ്രിംഗ് കണക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സുമായിട്ട് F അപ്ലൈ ചെയ്യുന്നു, സ്പ്രിംഗിന്റെ നടുക്കുള്ള ടെൻഷൻ എത്രയാന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്പ്രിംഗിന്റെ മാസ് സ്മോൾ എം എന്ന് തന്നാൽ ഇത് m/2 ആണ്, ഇത് m/2 ആണ്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് m + m ഇൻറ്റു മാസ് ബിഹൈൻഡ്. അത് m, ഞാനൊന്ന് കറക്റ്റ് ആയിട്ട് എഴുതുകയാണ്, ക്യാപിറ്റൽ M ആണിത്. സംശയം വേണ്ട നിങ്ങൾക്ക്, ക്യാപിറ്റൽ M ആണത്. മാസ് ബിഹൈൻഡ് ഏതാ? m + m/2. ഓക്കെ, m + m/2. ദിസ് ഈസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദി, അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് ദി എന്തെന്ന് പറയാം? സ്പ്രിംഗ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല. ഫോഴ്സ് ബൈ, ഇത് പുള്ളിംഗ് ടൈപ്പ് ആണ്. ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എടുത്ത് ക്യാപിറ്റൽ M + സ്മോൾ m ഇൻറ്റു മാസ് ബിഹൈൻഡ് എടുക്കുമ്പോൾ സ്പ്രിംഗിന്റെ പകുതിയിൽ നിന്ന് പുറകോട്ട് എന്ന് പറയുമ്പോൾ m/2 ക്യാപിറ്റൽ M ഉള്ള അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, കാര്യം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൈപ്പ് ഓഫ് കണക്റ്റഡ് ബോഡീസിലെ ആദ്യത്തെ പാർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് നിങ്ങൾ വന്നാൽ ചെയ്യുമല്ലോ, സിമ്പിൾ ആയിട്ട് ചെയ്തു പോകണം. ഓക്കെ, പട്ടേന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ചെയ്ത് പഠിക്കുക. അങ്ങനെ മാത്രമേ, റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്സിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് കാണുന്ന കുറെ ആൾക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നീറ്റ് ആസ്പിറൻസിലേക്ക് ഷെയർ ചെയ്യുക.
ചാനൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി. സോ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്സ് ആണ്, ആക്ച്വലി കമന്റ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഷെയർ ചെയ്തെത്തുന്ന റീച്ച് ഒക്കെയാണ് നമുക്കുള്ള ഇൻസ്പിറേഷൻ, നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഡെഫിനറ്റ്ലി ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, അത് തന്നെയാണ് നമുക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ എന്തായാലും അടുത്ത സ്ട്രാറ്റജിയിലേക്ക് കടക്കുകയാണ്, നമ്മൾ അതിലേക്ക് കയറാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ പറയുകയാണ്, ക്ലാസ് +1 +2 കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോർഡ് എക്സാം ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നവർക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ അവരിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുക. സൈലത്തിന്റെ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങളോട് പറയുന്നത്. JEE NEET നമ്മൾ എല്ലാ കോഴ്സുകളും ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. NEET 2022 റിപ്പീറ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 23ന്റെ 10 കഴിഞ്ഞ കുട്ടികൾക്കായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം അങ്ങനെ മുമ്പോട്ട് ഫുൾ സ്വിംഗിൽ പോവുകയാണ്. കുട്ടികൾ അങ്ങനെ ഫുൾ ആവേശത്തോടെ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് എത്താൻ വേണ്ടി സൈലം ശ്രമിച്ചത് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്രയും സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും. നമുക്കിനി എന്തിലേക്ക് കടക്കാം, നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. അതായത് 15 ദിവസം നമ്മൾ പഠിക്കുന്ന ടൈം ടേബിൾ തന്നു, അടുത്ത 15 ദിവസത്തെ ടൈം ടേബിളിലേക്കാണ് നമ്മൾ കയറുന്നത്. അതിലേക്ക് പോവാം. സോ ഡേ 15 വരെയുള്ള ചാപ്റ്ററുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 എല്ലാം നിങ്ങൾ ഫിനിഷ് ചെയ്തു. ഡേ 6, ഡേ 7, ഡേ 8, ഡേ 9, ഡേ 10, ഡേ 11, 12, 13, 14, 15 ഇത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഞാൻ ഇമോജി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാപ്റ്ററിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. ബിക്കോസ് ക്രാഷിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് മാത്രമാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് നമ്മൾ അത്രയും സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. ഇമോജി മാർക്ക് ചെയ്തിട്ടില്ല മീൻസ് അത് ഫുൾ പഠിക്കുന്നതാണ്. സോ അതല്ലാത്ത രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് മുമ്പോട്ട് പോകും. ലൈവുകൾ നമ്മൾ കൂടുതൽ കണ്ടക്ട് ചെയ്യും. സമയം ഒരുപാടുണ്ട് എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഓഗസ്റ്റ് 1 തന്നെ വിചാരിച്ച് മുമ്പോട്ട് പോവാം. എക്സാംസ് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധരാവട്ടെ. ഒക്ടോബർ ലാസ്റ്റ് വരെയൊക്കെ മാറ്റാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. ഒന്നും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഓഗസ്റ്റ് 1 ഫിക്സ് ചെയ്ത് വെച്ച് പഠിച്ചോ. ഇനി എക്സ്റ്റെൻഡ് ചെയ്താൽ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഒരുപാട് മോഡൽ എക്സാമുകൾ എഴുതി നിങ്ങൾ മുമ്പോട്ട് പോകത്തില്ലേ? നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്തൂടെ? വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് അതൊക്കെ. ഓക്കെ, സോ അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കല്, നീറ്റ് മാറ്റി വെക്കോ, ഒന്നിനെ കുറിച്ച് ഓർത്ത് ബോധറിയുകയേ ചെയ്യരുത്. പഠിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ഏറ്റവും നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഏറ്റവും കൂടുതൽ അവേഴ്സ് സ്പെൻഡ് ചെയ്യേണ്ട ഒരു പീരീഡാണ് കടന്നു പോകുന്നത്. അതിനെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയേ ചെയ്യരുത്, മുമ്പോട്ട് പോകുക. റൈറ്റ്, നിങ്ങൾ ഇനി പോകുന്നത് ഡേ 16ലേക്കാണ്. 3 ചാപ്റ്ററുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓർഡറിൽ തന്നെ പോവുകയാണ്. സെക്കൻഡ് ഇയർ ഫിസിക്സ് ആദ്യം തീർക്കുന്ന രീതിയിലാണ്. EMIയും ACയുമാണ് ബാക്കിയുള്ളത്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലാൻ ഫിസിയോളജി ആരംഭിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു ചോദ്യം, ഇതിൽ നിന്ന് ഒരു ചോദ്യം, മാക്സിമം 2 ക്വസ്റ്റ്യൻ ആണ് അതിൽ നിന്ന് കിട്ടാവുന്നത്. ഇനി മിനറൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട്, ഫോട്ടോസിന്തസിസ്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. പ്ലാൻ ഫിസിയോളജിന്ന് 5 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് ഏകദേശം 10 ചോദ്യം വരെ കിട്ടും. നിങ്ങൾ ആനിമൽ ഫിസിയോളജിയും പ്ലാൻ ഫിസിയോളജിയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. പക്ഷെ കുറച്ച് നമ്പർ ഓഫ് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പ്ലാൻ ഫിസിയോളജിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ആ പ്ലാൻ ഫിസിയോളജി പഠിക്കുക. ഓരോന്നും ഓർഡറിൽ തന്നെ മിനറൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട്, ഫോട്ടോസിന്തസിസ്, കൃത്യമായി പ്ലാൻ ഫിസിയോളജി എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററുകളും ഭംഗിയായി NCERT A to Z തീർത്തു പോവുക. ഓക്കെ, അതിനുവേണ്ടി ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് അത് ഞാൻ കൃത്യമായി ഇമോജി ആയിട്ട് മാർക്ക് ചെയ്യും. ഏതെങ്കിലും ചാപ്റ്റർ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാപ്റ്റർ ഫുൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായി ഓർക്കുക. ഇനി അടുത്തത് സർഫസ് കെമിസ്ട്രി, പീരിയോഡിക്സ്, രണ്ടും ചെറിയ ചാപ്റ്ററുകളാണ്. ഓരോ ചോദ്യമാണ് അതിൽ നിന്ന് കിട്ടാവുന്നത്. അടുത്ത മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, 3 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഒന്ന് ബയോട്ട് സബർട്ട് ലോ ആൻഡ് ആംപിയർ സർക്യൂട്ട് ലോ, 2 ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ 3 ടോപ്പിക്കാണ് അതിലുള്ളത്. 3 ടോപ്പിക്കിനും കൂടെ 1 അല്ലെങ്കിൽ 2 ചോദ്യങ്ങളാണ് മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന. ഇവിടുന്ന് ഒരു ചോദ്യമാണ് മിക്കപ്പോഴും ചോദിക്കാറ്. സോ അത് ആ 3 ചെറിയ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു മാറ്റാവുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഡയറക്ഷൻ ഒക്കെ മനസ്സിലാക്കാന്ന് മാത്രമേ അവിടെയുള്ളൂ. പിന്നെ വരുന്നത് ഡേ 19 ആണ്. ഇക്വിലിബ്രിയം എന്ന വലിയ ചാപ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമോജി മാർക്ക് ചെയ്യുന്നത് അത് മാത്രം കാണുക. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് K ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ചുള്ള കാര്യമാണ്. ലേഷ്യാലോ പ്രിൻസിപ്പിൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ 2 ടോപ്പിക്കാണ് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. എന്നാൽ അയോണിക്കിലേക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് ആണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഞാൻ അതുപോലെ മാർക്ക് ചെയ്യും. അത് കൃത്യമായി എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പോവുക. ഇനി അതിൽ അടുത്ത ഇമ്പോർട്ടന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ബഫർ സൊല്യൂഷൻ pH-യുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോൾട്ട്, ഹൈഡ്രോസിസ് പിന്നെ ചോദിക്കാറുള്ളതാണ്. അപ്പം ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ബാക്കിയുള്ള സെക്ഷനുകളിലേക്ക് കയറുക. ഈ ലാസ്റ്റ് ടൈമിൽ എല്ലാം പഠിക്കാൻ തുടങ്ങി ആദ്യമേ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലായിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചുകൊണ്ടിരുന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മടുത്ത് നിർത്തിപ്പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അത് മാറ്റിവെച്ച് ഇമ്പോർട്ടന്റ് ഏതാണോ പഠിക്കാനുള്ളത് അത് മാത്രം പഠിക്കുക. അത് കൃത്യമായി ഞാൻ വീഡിയോയുടെ സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സ്ട്രാറ്റജി വീഡിയോ 1 തൊട്ട് കാണുന്നവർക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാവും.
ഓക്കെ, അടുത്തത് നിങ്ങൾക്കറിയാം ബാക്കി നമ്മൾ ഫിസിയോളജി കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോവാണ്. പ്ലാൻ ഫിസിയോളജി, റെസ്പിറേഷൻ, പ്ലാൻ ഗ്രോത്ത്, അങ്ങനെ അതങ്ങ് തീരുകയാണ്. പിന്നീട് നമുക്കുള്ളത് 2 ചാപ്റ്റർ, ചെറിയ ചാപ്റ്റർ ആണ്, മാഗ്നറ്റിസവും EM ആണ്. ഓരോ ചോദ്യങ്ങൾ കിട്ടും. ഇനി ഇക്വിലിബ്രിയത്തിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അതിൽ നിന്ന് 2 തൊട്ട് 3 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത്രയും വലിയ ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. നന്നായി പഠിക്കുക. എല്ലാ വർഷവും സോളിബിലിറ്റി പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പൊ അത് നന്നായി പഠിക്കുക. ഓക്കെ, അടുത്തത് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ. കെമിസ്ട്രി തെർമോഡൈനാമിക്സ് നമ്മൾ അവിടെ ഫിനിഷ് ചെയ്യുകയാണ്. നമ്മൾ മറക്കുകയാണ്, കെമിസ്ട്രി തെർമോഡൈനാമിക്സ് തീർക്കുകയാണ്. പിന്നീടുള്ളത് എൻവയോൺമെന്റൽ കെമിസ്ട്രിയും ഡൈജഷനുമാണ്. ചെറിയൊരു ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ചുമ്മാ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാന്നേ ഉള്ളൂ. ഒരു ചോദ്യം വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. കെമിസ്ട്രി തെർമോഡൈനാമിക്സ് അങ്ങനെയല്ല, 2 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ഡൈജഷൻ. ഡൈജഷൻ എന്ന ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാന്റ് ഫിസിയോളജി തീർത്ത് ആനിമൽ ഫിസിയോളജിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് രണ്ടുമാണ് ബയോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ബാക്കി ബയോളജി ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഡേ 15 വരെ. ക്ലിയർ അല്ലേ? അടുത്തത് ഡേ 22 ആകുമ്പോൾ അറ്റോമിക് സ്ട്രക്ചർ. അവിടെ ആകെ നിങ്ങൾ പഠിക്കേണ്ടത് ക്വാണ്ടം നമ്പർ മാത്രമാണ്. കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അതിൽ നിന്ന് വന്നത് ന്യൂട്രോണിന്റെ പ്രോട്ടോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് സ്ട്രക്ചർ ഓഫ് ആയിട്ട് കഴിഞ്ഞ തവണ ചോദിച്ചത്. അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ക്വാണ്ടം നമ്പർ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഓർബിറ്റലിലെ ഷേപ്പും അതുപോലത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, നോട്ട്സിന്റെ എണ്ണം അതുപോലത്തെ ഫാക്ടേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ബാക്കിയെല്ലാം നിങ്ങൾ ഡ്യുവൽ നേച്ചറും ആറ്റോമിക് ഫിസിക്സിലും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഇനി പഠിക്കാനുള്ളത് ആകെ എന്ത് മാത്രമാണ്? ക്വാണ്ടം നമ്പർ മാത്രമാണ്. അത് നിങ്ങൾ ഇവിടെ പഠിക്കുക, ഡേ 22 അത് മാത്രം പഠിക്കുക. അടുത്ത നിങ്ങൾക്ക് വേണ്ടത് എസ് ബ്ലോക്ക് ആണ്. ഒരു ചോദ്യം ചോദിക്കും, അത്രയേ ഉള്ളൂ. അതിനകത്ത് ക്യാരക്ടർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അത് മാത്രം എന്ത് ചെയ്യുക, കോവാലന്റ് ക്യാരക്ടർ അതുപോലത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി എന്ത് ചെയ്യുക, പഠിക്കുക. സോലുബിലിറ്റി അതുപോലത്തെ ഫാക്ടറുകൾ പഠിക്കുക, അത് മാത്രമാണ് അതിൽ നിന്നുള്ളത്. അത് സിമ്പിൾ ആയിട്ട് 1 മണിക്കൂർ ലൈവ് സെഷൻ, 1 മണിക്കൂർ താഴെയുള്ള ലൈവ് സെഷൻ കഴിഞ്ഞ ദിവസം LK സാർ ചെയ്തതിന്റെ XPL-നകത്ത് അത് മാത്രം നോക്കുക. അത് കൃത്യമായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ ഏത് നമ്മൾ പ്ലാൻ ഫിസിയോളജി തീർത്ത് ആനിമൽ ഫിസിയോളജി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡൈജഷൻ കഴിഞ്ഞ് ബ്രീത്തിങ്ങിലേക്ക് കയറി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഫിസിയോളജി, ഞാൻ ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ എന്തിലേക്ക് കിടക്കാണ്? തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ് പോലെയുള്ള ഫസ്റ്റ് ഇയർ ഫിസിക്സിലേക്ക് കയറുകയാണ്. ഫിസിക്സ് സെക്കൻഡ് ഇയർ ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് ഇയറിലേക്ക് എത്തി. ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഹീറ്റും റൊട്ടേഷൻ മോഷനുമാണ്. ഹീറ്റ് എന്ന് പറയുമ്പോൾ 3 ചാപ്റ്ററുകൾ വരും. തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഈ 3-ൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് ഇയറിൽ ആദ്യം അങ്ങ് തീർക്കുക. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ ഏറ്റവും അവസാന ചാപ്റ്റർ ആയതുകൊണ്ട് പലരും പഠിക്കാതെ വിടുന്ന ചാപ്റ്ററുകളാണ്. നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ഇയറിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ അതങ്ങ് പഠിക്കുന്നു. ഏതൊക്കെ? തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഫിനിഷ് ചെയ്യുകയാണ്. സോ ആ ഓർഡറിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ കൂട്ടത്തിൽ സൈഡ് വൈസ് ബയോളജി നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജി തീർത്ത് പോവുകയാണ്. ബ്രീത്തിങ് കഴിഞ്ഞു, ബോഡി ഫ്ലൂയിഡ്സും കഴിഞ്ഞു, എക്സ്ക്രീഷനിലേക്ക് എത്തി. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ഡേ 25ലേക്ക്. 25-ൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയും പി ബ്ലോക്ക് ഫസ്റ്റ് ഇയറുമാണ്. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്കറിയാം, ഒരു ചോദ്യം ചോദിക്കാറുള്ള ഒരു ചാപ്റ്റർ ആണ്. നന്നായി പഠിക്കുക. അതിൽ ഇലക്ട്രോ കെമിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോലിറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാറുള്ളത്. പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസിൽ നിന്നും അതിനകത്തുള്ള ഫാരഡേസ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നന്നായി പഠിക്കുക. കൂട്ടത്തിൽ അതിനൊരു ചാർട്ട് ഉണ്ട് പഠിക്കാൻ. ആ ചാർട്ട് വെച്ച് പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ് അത് പഠിക്കാൻ. ചാർട്ട് നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് വീഡിയോസിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് കാണാം, ഇലക്ട്രോ കെമിസ്ട്രി. പിന്നീട് വരുന്ന പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ ആണ്. പി ബ്ലോക്ക് ഫസ്റ്റ് ഇയറും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ചോദ്യം തൊട്ട് 2 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെറിയ ചാപ്റ്റർ ആണ് പി ബ്ലോക്ക് ഫസ്റ്റ് ഇയർ. ട്രിക്കുകൾ ഒരുപാടുണ്ട്, അത് വെച്ച് പഠിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങിയ തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഫിനിഷ് ചെയ്യുകയാണ്. ചെറിയ ചാപ്റ്റർ ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ 2 ഫിസിയോളജി ചാപ്റ്റർ കൂടി ഇടുമ്പോൾ ഫിസിയോളജി കഴിയും. ന്യൂറൽ കൺട്രോളും കെമിക്കൽ കൺട്രോളും കൂടെ ആകുമ്പോൾ ഫിസിയോളജി ഫിനിഷ്ഡ് ആണ്. 26-ാം ദിവസം എത്തുമ്പോൾ ആനിമൽ ഫിസിയോളജിയും കഴിഞ്ഞു, പ്ലാന്റ് ഫിസിയോളജിയും കഴിഞ്ഞു. പിന്നീട് നമുക്കുള്ളത് പി ബ്ലോക്ക് സെക്കൻഡ് ഇയർ ആണ്. വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ 2 ചാപ്റ്റർ അതിന്റെ കൂടെ ഇടുകയാണ്. ലോക്കോമോഷനും ഹൈഡ്രജനും. ലോക്കോമോഷനും കൂടെ ആകുമ്പോഴാണ് ഫിസിയോളജി കംപ്ലീറ്റ് ആവുന്നത്. ലോക്കോമോഷൻ ചെറിയ ചാപ്റ്റർ ആണ്, എന്നാൽ കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഇടയ്ക്കുള്ള ഹൈഡ്രജനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചോദ്യങ്ങൾ ഒന്നും ചോദിക്കാത്ത ഒരു ഏരിയയാണ് ഹൈഡ്രജൻ. ഒരു ചോദ്യം വന്നാൽ വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ പി ബ്ലോക്ക് സെക്കൻഡ് ഇയറും ലോക്കോമോഷനും പഠിച്ച സമയമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് എത്തുക, ഹൈഡ്രജനിലേക്ക് എത്തുക. ലാസ്റ്റ് ടൈമിൽ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ ആഗ്രഹമുള്ളവർ, ലാസ്റ്റ് ടൈമിലാണ് തുടങ്ങിയവർ, അവരോടാണ് ഈ സ്ട്രാറ്റജി ഞാൻ പറയുന്നത് തന്നെ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡേ 27 ആയി. അടുത്ത ഡേ 28ലേക്ക് നമ്മൾ കടക്കുകയാണ്. 2 ഫിസിക്സ് ചാപ്റ്ററുകളാണ്. 2ഉം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 തൊട്ട് 2 ചോദ്യം വരെ കിട്ടാം. ഇതിൽ നിന്ന് 2 ചോദ്യം കിട്ടാം. മാക്സിമം 4 ക്വസ്റ്റ്യൻ വരെ ഇവിടുന്ന് ഫ്രെയിം ചെയ്യപ്പെടാറുണ്ട്. 2D ആൻഡ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, 2D എന്ന് പറയുമ്പോൾ അതിനകത്ത് വെക്ടേഴ്സ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് വെക്ടേഴ്സ്, റിലേറ്റീവ് മോഷൻ, സർക്കുലർ മോഷൻ,
അല്ലെ? പ്രൊജക്ടൈൽ മോഷൻ, പ്രൊജക്ടൈൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ബാക്കി മൂന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ ഗ്രാവിറ്റേഷൻ അതിന്റെ കൂടെ പഠിക്കാണ്. 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉറപ്പുവരുത്താം. അത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണോ അത് ഞാൻ കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ട്. ഡേ 29 എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷൻ, ഓക്കെ, റൊട്ടേഷണൽ മോഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ക്ലിയർ ആണല്ലോ? ഡേ 28 2 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. 2 ഫിസിക്സ് ആണ്. ഒന്ന് 2 ഡയമെൻഷൻ മോഷൻ, 2 ഗ്രാവിറ്റേഷൻ. 2D കുറിച്ച് പറഞ്ഞാലും ഗ്രാവിറ്റേഷനെ കുറിച്ച് പറഞ്ഞാലും രണ്ടിനും കൂടെ 2 ചോദ്യം വെച്ച് 4 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് കിട്ടാം. 2D എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ടോപ്പിക്കുകളാണ്. വെക്ടേഴ്സ് ഉണ്ട്, റിലേറ്റീവ് മോഷൻ ഉണ്ട്, ദെൻ നിങ്ങൾക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്, സർക്കുലർ മോഷൻ ഉണ്ട്. പ്രൊജക്ടൈൽ എത്ര ഇമ്പോർട്ടന്റ് അല്ല, ബാക്കി 3 ഇമ്പോർട്ടന്റ് ആണ്. സർക്കുലർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് 2Dക്കകത്തുള്ള. പിന്നെ വരുന്നതാണ് ആക്ച്വലി ഏത്? ഗ്രാവിറ്റേഷൻ. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്നതാണ് ഗ്രാവിറ്റേഷന്. അടുത്ത വരുന്നതാണ് ഫിസിക്സ് ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ റൊട്ടേഷൻ മോഷൻ. 2 തൊട്ട് 3 ചോദ്യം വരെ ആ ചാപ്റ്ററിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ കൂടെ ചെറിയൊരു ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടാം. ചിലപ്പോൾ അത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വെർനിയർ കാലിപ്പറിനോ സ്ക്രൂ ഗേജിന്നോ ആവാം, അല്ലെങ്കിൽ എറേഴ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ഡയമെൻഷൻ ആവാം. ഇത് 3 അതിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ഡയമെൻഷൻ, എറേഴ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിൽ 3-ൽ നിന്നും ഒരു ചോദ്യം, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടാം. സോ അതാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ വലിയ റൊട്ടേഷൻ മോഷൻ കൂടെ ചെറിയ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ കൂടെ ഇട്ടിട്ടുണ്ട്. റൊട്ടേഷൻ മോഷൻ വലിയ ചാപ്റ്റർ അല്ല, ആക്ച്വലി ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത 30-ാം ദിവസം 3 ഏതാണ്? ബയോളജിയാണ്. സെക്കൻഡ് ഇയറിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ചെറിയ ചാപ്റ്റർ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവർ ഇൻ പ്ലാന്റ്സ് വലിയ ചാപ്റ്റർ ആണ്. എവല്യൂഷനും വലിയ ചാപ്റ്റർ. പക്ഷെ ബയോളജി മാത്രമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് NCERT-യുടെ കൂടെ നിന്ന് പഠിച്ച് മുമ്പോട്ട് പോയി 30 ദിവസങ്ങൾ ഫിനിഷ് ചെയ്യാം. ഇനിയുള്ള 10 ദിവസം അടുത്തൊരു ദിവസം സ്ട്രാറ്റജി വീഡിയോയുമായി ഞാൻ എത്തും. അതിന്റെ കൂടെ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. ഇത് കഴിഞ്ഞ് ഏതൊക്കെ എക്സാം എഴുതാമെന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായി ഞാൻ ബോക്സ് വരച്ചത് കഴിഞ്ഞ സ്ട്രാറ്റജി കഴിഞ്ഞപ്പോൾ അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ലിങ്ക് താഴെ കണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യുക. സോ നമ്മൾ നന്നായി പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ കൂടെ സൈലം ഉണ്ട്. നന്നായി വർക്ക് ചെയ്യുക. സോ എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, നീറ്റ് ആസ്പിറൻസിലേക്ക് എത്തിക്കുക. ആർക്കെങ്കിലും ഒക്കെ എന്ത് ചെയ്യട്ടെ? ഹെൽപ്പ് ആവട്ടെ. നിങ്ങളായി ചെയ്യുന്ന ഒരു ഹെൽപ്പ് അവർക്കും എത്തിക്കോട്ടെ. നന്നായി എന്ത് ചെയ്യുക? പഠിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.